ആ ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷ അധ്യാപക സംഘടനയും പാർട്ടിയുമാണ് ഈ SFIക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്ക് കുഴിമാടം ഉണ്ടാക്കിയ ഒരു പയ്യൻ, അവൻ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവനോട് അവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപിക, ഈ അധ്യാപികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിൻസിപ്പലായിട്ട് ചെന്നതിന് ശേഷം മാത്രം കണ്ടിട്ടുള്ള ആകെ 3 പ്രാവശ്യം മാത്രമേ അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ അധ്യാപിക ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവനോട് എന്ന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ കൈ മുറിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കേ. എന്നിട്ട് ഈ സരസ്വതി ടീച്ചർ നിന്നെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചിട്ട് അതിന്റെ ഇതിൽ നീ ആത്മഹത്യ ചെയ്യുകയാണെന്നൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് നീ കൈ മുറിക്കേ, ഞങ്ങൾ വന്ന് നിന്നെ രക്ഷിച്ചോളാമെന്ന് പറഞ്ഞു. പക്ഷെ ഈ പയ്യൻ അത് ചെയ്തില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിത് അറിയുന്നത് കോളേജ് തുറന്നതിന് ശേഷം ഇവൻ ഈ കാര്യം ഒരു അധ്യാപികയോട് പറഞ്ഞു. അവര് പറഞ്ഞാണ് ഞാനിത് അറിയുന്നത്. അപ്പൊ അവൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇങ്ങനെ ഒരു ടീച്ചർ പറയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല, അവരെന്നെ രക്ഷിക്കത്തില്ല, ഞാൻ ചത്തുപോയേനെമായിരുന്നു, രക്തസാക്ഷിയാക്കുകയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് എന്നൊരു സംഭവം. അതായത് എന്നെ കൂടെ ജയിലിൽ കയറ്റാനായിട്ട് ഞാനാണ് ഉത്തരവാദി, ഇവൻ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്ക് തരും, അങ്ങനെ എന്നെ, അതായത് ഞാൻ ഇവരോട് ഒന്നും ചെയ്തിട്ടില്ല. ഈ സ്ത്രീയോട് ഞാൻ 3 പ്രാവശ്യമാണ് ആകെ സംസാരിച്ചിട്ടുള്ളത്. അവർക്ക് ഇങ്ങനെ ചെയ്യേണ്ട എന്ത് കാര്യമായിരുന്നു? ഞാനതാണ് സമയമില്ലാത്തതുകൊണ്ടാണ് മാഡത്തിന്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരില്ലെന്ന് ഉറപ്പാണ്. കാരണം ശ്യാംരാജ് ഒരു 20 സെക്കൻഡ്. ശ്യാംരാജ്, വളരെ പെട്ടെന്ന്. എല്ലാവരും പറഞ്ഞു SFIയുടെ ഈ കുറ്റം കാണിച്ചവരെയൊക്കെ ശിക്ഷിക്കണമെന്ന്, പക്ഷേ SFIയെ നന്നാക്കാനാകുമെന്ന് തോന്നുന്നുണ്ടോ? 20 സെക്കൻഡ്. SFIയെ നന്നാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അവർ ഈ കേരളത്തിൽ ഈ SFI മാത്രമല്ല, ഇടതുപക്ഷത്ത് നന്നാക്കാൻ പറ്റുമെന്ന് ആരും ചിന്തിക്കേണ്ടത്. ആകപ്പാട് ചെയ്യാൻ പറ്റുന്നത് അവരെ ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇല്ലാതാവുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരം ചർച്ചകൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം മാതാപിതാക്കൾ തിരിച്ചറിയുന്നു, വിദ്യാർത്ഥികൾ തിരിച്ചറിയുന്നു, SFIയിലേക്ക് ആളുകളെ കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നു. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. ഒരു 10-20 വർഷം മുമ്പ് ഇത്തരത്തിലുള്ള ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും കൊല്ലാം തോൽപ്പിക്കാനാവില്ലെന്ന് പലവട്ടം നിങ്ങൾ SFI മുതൽ മുകളിലോട്ടുള്ളവർ പറയാറുണ്ട്. അതിൽ 2 വരികൾ കൂടി ചേർത്തോട്ടെ: കൊല്ലാം ആയുധം കൊണ്ടും പ്രതീകാത്മകമായും, പക്ഷേ തോൽപ്പിക്കാനാവില്ല.